പ്രിയപ്പെട്ടവരെ, സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച് വാരാന്ത്യ ഒരു അവലോകനം നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ആഴ്ച മുതൽ ആരംഭിക്കുകയാണ്. എല്ലാ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾക്കും പ്രോഗ്രാമിലേക്ക്, ഈ രാഷ്ട്രീയ വിശദീകരണ പരിപാടിയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിൽ അന്തർദേശീയ തലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു നീക്കമുണ്ടായിരുന്നു. ഗ്രേറ്റ തുംബ എന്ന് പറയുന്ന ഒരു ആക്ടിവിസ്റ്റ് ഇസ്രായേലിന് അടുത്തേക്ക് ഒരു നൗകയിൽ ഫലസ്തീൻ ജനതയ്ക്കുള്ള അവശ്യ വസ്തുക്കളുമായി അവര് ഫലസ്തീനിലേക്ക് പുറപ്പെട്ടു. അവർ ഇസ്രായേൽ സൈന്യം വളരെ ക്രൂരമായ രീതിയിൽ കസ്റ്റഡിയിലെടുക്കുകയും അവരെ ഇസ്രായേലിൽ ജയിലിൽ പാർപ്പിക്കുകയും ശേഷം അവരെ നാടുകടത്തുകയും ചെയ്ത ഒരു സംഭവം ലോകത്തില് ഫലസ്തീനിൽ നടക്കുന്ന വംശഹത്യ, ജനസൈഡിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലോകത്ത് ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും വലിയ ആവേശമുണ്ടാക്കിയ കാര്യമായിരുന്നു. നമുക്കറിയാം, ദേശീയ തലത്തിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിലേറിയതിനു ശേഷം അതിന്റെ ഏറ്റവും പാരമ്യത്തിലെത്തി നിൽക്കുകയാണ് ഇത്തരം ഒരു പ്രത്യേക ഉന്മാദ ദേശീയതയുടെ ഏറ്റവും ഭീകരമായ ഒരു സ്വഭാവത്തിലാണ് ഇപ്പോൾ അതുള്ളത്. ഇന്ത്യയിലെ പാകിസ്ഥാൻ നടത്തിയ ഭീകരാക്രമണത്തിന് ശേഷം രാജ്യം നടത്തിയ ചെറുത്തുനിൽപ്പ്, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട് നമ്മൾ നടത്തിയ അറ്റാക്ക്, അത് തീവ്ര വലതുപക്ഷ വിഭാഗങ്ങൾ ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ തിരിച്ചുവിടാൻ നടത്തുന്ന വലിയൊരു ശ്രമം, അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് പൊതുയോഗങ്ങളിലൊക്കെ വലിയ രീതിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ സംസാരിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലേക്ക് വന്നാൽ കേരള തീരത്ത് 3 ആഴ്ചക്കിടെ വലിയ തോതിലുള്ള കപ്പൽ ദുരന്തങ്ങൾ നമ്മൾ കാണുകയാണ്. വലിയ ദുരൂഹത ഇതില് നിലനിൽക്കുകയാണ്. കൊടിയ മാരകമായ രാസമാലിന്യങ്ങളാണ് കപ്പലിലെ കണ്ടെയ്നറുകളിലൊക്കെ ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. മത്സ്യസമ്പത്ത്, നമ്മളുടെ മാത്രം പ്രത്യേകതയായ വലിയ മത്സ്യസമ്പത്ത്, ജൈവിക സമ്പത്ത് ഉൾപ്പെടെയുള്ള വലിയ സമ്പത്തിന്റെ വലിയൊരു നഷ്ടവും ശോഷണവും ഒക്കെയാണ് അതിലൂടെ സംഭവിക്കുന്നത്. അത് മാത്രമല്ല, നമ്മുടെ തീരമേഖലയിലുള്ള മത്സ്യത്തൊഴിലാളികൾ വലിയ ആശങ്കയിലാണുള്ളത്. അവരൊരു തരം ഭീതിയിലാണ്, ആദിയിലാണ്. അവരുടെ ആശങ്ക മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഇടപെടലുകൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഇതുവരെ നടത്തിയിട്ടില്ല. കാലവർഷം ആരംഭിച്ചപ്പോൾ എറണാകുളം തീരമേഖല വലിയ വറുതിയിലേക്ക് പോയിരിക്കുകയാണ്. ട്രോളിംഗ് നിരോധനം വന്നു കഴിഞ്ഞു. കണ്ണമാലി, ചെല്ലാനം, വൈപ്പിൻ പ്രദേശങ്ങൾ മുഴുവൻ, കൊച്ചി ഹാർബറിലുള്ള തൊഴിലാളികൾ ഉൾപ്പെടെ അവർക്ക് നിത്യ വൃത്തിക്കുള്ള സംവിധാനങ്ങൾ സർക്കാരുകൾ ഒരുക്കണം. കടലിൽ ഉണ്ടായിരുന്ന ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും നമുക്കറിയാം, കടലാക്രമണം രൂക്ഷമാണ്. ഇന്നലെയാണ് ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഒരു വിധി ഉണ്ടായത്. ചെല്ലാനം മേഖലയിൽ നേരത്തെ സ്ഥാപിച്ചിട്ടുള്ള പെട്രോപാഡ് നമുക്കറിയാം, വലിയ തോതിൽ ചെല്ലാനത്തെ ജനങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്ന പെട്രോപാഡ്, അത് കണ്ണമാലി പ്രദേശത്തേക്ക് നീട്ടണം. കണ്ണമാലി ചെല്ലാനത്തെ കടലാക്രമണങ്ങൾ ശാശ്വതമായി പരിഹരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിന്റെ അടിയന്തരമായി ഉന്നതതല യോഗം വിളിക്കാനായിട്ട് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട പാർട്ടി നേതാക്കളോട് ഒപ്പം വൈപ്പിൻ പ്രദേശങ്ങളിൽ ഞങ്ങൾ സന്ദർശനം നടത്തിയിരുന്നു. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അതിരൂക്ഷമായ രീതിയിലാണ് കടലാക്രമണം അവിടെ ഉണ്ടായത്. ഒറ്റപ്പെട്ട ചില വീടുകളിൽ പകുതിയോളം മണൽ വന്ന് മൂടിയ സാഹചര്യം പോലുമുണ്ട്. ആ പ്രദേശത്തെ പ്രശ്നങ്ങളെ ഹൈക്കോടതി അഡ്രസ് ചെയ്യാതിരുന്നത് ശരിയായില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് വൈപ്പിൻ പ്രദേശത്തെ പ്രശ്നങ്ങൾ കൂടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിലുണ്ടാവുകയും ഉന്നത യോഗത്തിൽ ആ വിഷയങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. CPMന്റെ പുതിയ ജില്ലാ സെക്രട്ടറി എസ് സതീഷ്, അദ്ദേഹം പുതിയതായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം
എറണാകുളം ജില്ലയിൽ നടത്തിയ ലഹരിക്കെതിരെ നടത്തിയ വലിയൊരു മുന്നേറ്റം സ്വാഗതം ചെയ്യേണ്ടതാണ്. ഇന്നലെ നടന്ന ജില്ലയിൽ അവിടെ നടത്തിയ മനുഷ്യക്കോട്ട ഭരണകക്ഷത്തിന്റെ ഭാഗമായുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശ്രദ്ധേയമായൊരു പരിപാടിയായിരുന്നു. അതിനെ സ്വാഗതം ചെയ്യുകയാണ്, ശ്ലാഘിക്കുകയാണ്. അതിനൊരു മറുവശം നമ്മൾ ചർച്ച ചെയ്യാതിരുന്നുകൂടാ. CPM-ന്റെ പരിപാടി അവർ നടത്തുമ്പോൾ ലഹരിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് എന്ന് CPM വ്യക്തമാക്കേണ്ടതുണ്ട്. 29 ബാർ ഹോട്ടലുകളാണ് കേരളത്തിൽ പിണറായി ഗവൺമെന്റ് അധികാരത്തിലേറിയ സമയത്തുണ്ടായിരുന്നത്. ഇന്നത് 750 മുകളിലാണ്. 250 മുകളിലുള്ള ബിവറേജസ് ഔട്ട്ലെറ്റുകൾ വേറെ. കേരളം മദ്യത്തിൽ മുക്കി നിർത്തിയിരിക്കുകയാണ് ഈ ഗവൺമെന്റ്. ഒരു വശത്ത് ഗവൺമെന്റ് മദ്യ ഒഴുക്കുന്ന രീതി ഇങ്ങനെ വ്യാപിക്കുകയും മറുവശത്ത് ലഹരിക്കെതിരെ മനുഷ്യക്കോട്ട കെട്ടുന്നതിന്റെ ഒരു പരിഹാസ്യത നമ്മൾ തിരിച്ചറിയാതിരുന്നുകൂടാ. ബഹുമാനപ്പെട്ട മന്ത്രി, നമ്മുടെ രാജേഷ് മന്ത്രി മദ്യവിരുദ്ധ പ്രതിജ്ഞ ചെയ്യുന്നു, മദ്യവിരുദ്ധ വിളക്ക് തെളിയിക്കുന്നു. അതിനുശേഷം പുറത്തിറങ്ങി വന്നുകൊണ്ട് പുതിയ പുതിയ ബാറുകളും ബിവറേജസ് ഔട്ട്ലെറ്റുകളും ഉദ്ഘാടനം ചെയ്യുകയാണ്. എത്രമാത്രം വിരോധാഭാസമാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനം എന്ന് നമ്മൾ ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, എറണാകുളം ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം നമ്മുടെ സുഗമമായ യാത്രാ സൗകര്യങ്ങൾ കുറവുള്ള നമ്മുടെ ജില്ലയിൽ റെയിൽവേ അതിന് വലിയൊരു താങ്ങായി നിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം ഡിവിഷൻ റെയിൽവേയിൽ ആലുവ ഉൾപ്പെടെയുള്ള എറണാകുളം സൗത്ത്, എറണാകുളം നോർത്ത് ഉൾപ്പെടെയുള്ള മുഴുവൻ റെയിൽവേ സ്റ്റേഷനുകളിലെയും പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അത് 3 ഇരട്ടിയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഈ വർധനവ് പിൻവലിക്കേണ്ടതാണെന്നാണ് ഞങ്ങളുടെ വളരെ വിവിധമായ അഭിപ്രായം. ഈ കഴിഞ്ഞ സ്കൂൾ തുറന്ന സമയത്ത് നമുക്കറിയാം, ഞങ്ങൾ വലിയ ആശങ്കയിലാണ് ജനങ്ങൾ മുഴുവൻ. കാരണം കുഞ്ഞുമക്കളെ തെരുവ് പട്ടികൾ കടിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. വന്യകരണ പ്രവർത്തനങ്ങളൊക്കെ നിശ്ചലമായി നിൽക്കുന്നു. ABC പദ്ധതി എങ്ങും എത്തിയിട്ടില്ല. പട്ടികളെ പാർപ്പിക്കാനുള്ള ഷെൽട്ടറുകളും വളരെ നാമമാത്രമാണ്. പട്ടികളിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പാർട്ടി ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ജാഗ്രത വാരം ആചരിച്ചു വരികയാണ്. ജാഗ്രതാ വാരത്തിന്റെ ഭാഗമായി ജാഗ്രതാ ദിനം, ജാഗ്രതാ സമിതികൾ രൂപീകരിക്കല്, ലോക്കൽ ബോഡി ഗവൺമെന്റുകൾക്ക് ഉത്തരവാദിത്തമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നില്ല. അത്തരം മേഖലകളിലേക്ക് ഞങ്ങൾ ശക്തമായ സമരവുമായി മുന്നോട്ട് വരുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ആഴ്ചയിലെ രാഷ്ട്രീയ വിശകലനങ്ങൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.